നമസ്കാരം. ആന്റോണിയോ എഡ്വികെ അൽബിന മൈനോ. ഈ പേര് പറഞ്ഞാൽ പെട്ടെന്ന് ഭാരതീയരൊന്നും വരക്കും, ഇതാരപ്പ എന്ന് ചോദിക്കും. പക്ഷേ സോണിയ മൈനോ എന്നോ സോണിയ ഗാന്ധി എന്നോ പറഞ്ഞാൽ ഭാരതീയർക്ക് ചിരപരിചിതമായ നാമങ്ങളാണ്. ആന്റോണിയോ മൈനോ എന്നും അവരെ വിമർശിക്കുന്നവരും എതിർക്കുന്നവരും അവരെ അത്തരം പേരുകളിലും വിളിക്കാറുണ്ട്. ആന്റോണിയോ മൈനോ എന്നുള്ളത് അവരുടെ ഔദ്യോഗിക നാമമായിരുന്നു, ജന്മനാമത്തിൻ്റെ ഒരു ചുരുക്കമായിരുന്നു. ആന്റോണിയോ എഡ്വികെ അൽബിന മൈനോ എന്നുള്ളത് ചുരുക്കി ആന്റോണിയോ മൈനോ എന്ന് വിളിച്ചിരുന്നു. ചുരുക്കി പറഞ്ഞാൽ സോണിയാഗാന്ധി, കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ രാജമാതാവ്. ഒന്നാം UPA സർക്കാർ, 2004 ആദ്യമായി അധികാരത്തിലെത്തിയ ഒന്നാം UPA സർക്കാർ, 2013 വരെ തുടർന്ന രണ്ടാം UPA സർക്കാർ, ഇതിൻ്റെ എല്ലാം ഒരു അദൃശ്യ ഭരണാധികാരിയോ അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ എല്ലാം നിയന്ത്രിച്ചിരുന്ന ഒരു ശക്തിയായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു സോണിയാഗാന്ധി. മൻമോഹൻ സിംഗ് എന്ന പ്രധാനമന്ത്രി സോണിയാഗാന്ധിയുടെ വെറും ഒരു പാവ മാത്രമായിരുന്നു എന്നുള്ളത് BJP ആരോപിക്കുന്ന ഒരു കാര്യം മാത്രമല്ല, സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ടൈംസ് മാഗസീൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് മൻമോഹൻ സിംഗിൻ്റെ വിരമിക്കൽ സമയത്ത് ഒരു ലേഖനമായി തന്നെ എഴുതിയിരുന്നതായിരുന്നു. അതിനെ സംബന്ധിച്ചാണ് മൻമോഹൻ സിംഗ് വളരെ വിഷമത്തോടെ ഹിസ്റ്ററി വിൽ ബി കൈൻഡ് ടു മീ, ചരിത്രം എന്നോട് ദയ കാണിക്കും എന്ന് മനോവേദനയോടുകൂടി പറഞ്ഞത്. അതല്ല നമ്മുടെ വിഷയം. ഈ സോണിയാഗാന്ധി എന്ന വ്യക്തിയുടെ ഒരു ചരിത്രം തന്നെ എപ്പോഴും അതിനിഗൂഢവും ഒരു ഇരുളടഞ്ഞതുമായിട്ടുള്ളൊരു ചരിത്രമാണ്. ആ ചരിത്രത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ സ്വാഭാവികമായി എതിരാളികൾ, BJP ആണല്ലോ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രധാന എതിരാളി എന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു നടക്കുന്നത്. BJPക്കാരുന്നയിക്കുന്ന ഒരു പൊതുമണ്ഡലങ്ങളിൽ സ്ഥിരമായി ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന ആരോപണങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ആരോപണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർബസാനോ എന്ന സ്ഥലത്താണ് താൻ ജനിച്ചതെന്ന് ഏറെക്കാലമായി സോണിയാഗാന്ധി ഏറെക്കാലം അവകാശപ്പെട്ടിരുന്നു. പക്ഷേ അവരുടെ യഥാർത്ഥ ജന്മസ്ഥലം ലൂസിയാനയാണ്. അത് അവരുടെ ജനന സർട്ടിഫിക്കറ്റിൽ തന്നെ ഉള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ഓർബസാനോ അവർ ഉപയോഗിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൂസിയാനയിലാണ് അവർ ജനിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അച്ഛൻ സ്റ്റെഫാനോ മൈനോ മുസോളിനി എന്ന ഫാസിസ്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ മുസോളിനിയുടെ ഒരു ജോലിക്കാരനായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ള ചരിത്രം പുറത്തു വരും എന്നുള്ള ഭയം കൊണ്ടാണ് ഏറെക്കാലം ലൂസിയാനയാണ് തൻ്റെ യഥാർത്ഥ ജന്മസ്ഥലം എന്നുള്ളത് സോണിയാഗാന്ധി മറച്ചു വെച്ചിരുന്നു എന്നുള്ളൊരു ആരോപണമുണ്ട്. ഈ ആരോപണം പൊതുമണ്ഡലത്തിൽ സ്ഥിരമായി ഉയരുന്ന ഒരു ആരോപണമാണ്. ഇനി രണ്ടാമത്തെ ഒരു ആരോപണം സോണിയാഗാന്ധിയെ സംബന്ധിച്ച് ഉയരുന്നത് അവരുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചാണ്. അവർ ഇലക്ഷൻ കമ്മീഷനും രാജ്യസഭയിലുമൊക്കെ നൽകിയിട്ടുള്ള, ലോക്സഭയിലുമൊക്കെ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ ആദ്യകാലങ്ങളിൽ കേംബ്രിഡ്ജിൽ നിന്ന് ഇംഗ്ലീഷിൽ ബിരുദധാരിയാണ് താൻ, അല്ലെങ്കിൽ ഡിപ്ലോമാധാരിയാണ് താൻ എന്നുള്ളതായിരുന്നു അവരുടെ അവകാശവാദം. അതിനെ സുബ്രഹ്മണ്യ സ്വാമി ചോദ്യം ചെയ്തപ്പോൾ അതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. അതിനെ പരിഹസിച്ച് സുബ്രഹ്മണ്യ സ്വാമിയും മറ്റുള്ളവരും പറയാറുണ്ട്, ലോകത്തെ തന്നെ ഗിന്നസ് ബുക്കിൽ കയറേണ്ട ഏറ്റവും വലിയ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, ഒരു ടൈപ്പ് ചെയ്തപ്പോൾ പറ്റിയ തെറ്റാണ് ഇത് എന്നുള്ളൊരു പരിഹാസം ഉയരാറുണ്ട്. യഥാർത്ഥത്തിൽ കേംബ്രിഡ്ജിലെ ബെൽ എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ എന്നൊരു ചെറിയ, വളരെ താരതമ്യേന ഏറ്റവും ചെറിയ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ നാട്ടിലൊക്കെ പാരലൽ കോളേജ് എന്ന് പറയില്ലേ, അതുപോലുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നാണ് ഇവർ ഇംഗ്ലീഷിൽ ഡിപ്ലോമ എന്നുമല്ല, ഒരു പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുക, അതിന് അത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയത്. അതാണ് സോണിയാഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യത. അത് സംബന്ധിച്ചുള്ള വിവാദങ്ങളും ഏറെക്കാലം ഉയർന്നിരുന്നു. പക്ഷേ ഇത്തരത്തിൽ പൊതുമണ്ഡലത്തിൽ സ്ഥിരമായി അവർക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങളല്ല നമ്മുടെ ഇന്നത്തെ വിഷയം. കാരണം ഞാൻ പറഞ്ഞിരുന്നു, എല്ലാ കാലത്തും ഒരു നിഗൂഢത സോണിയാഗാന്ധി എന്ന വ്യക്തിയെ ചുഴന്നു നിന്നിരുന്നു. 1968 ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന, 68 പ്രധാനമന്ത്രിയായിരുന്നില്ല, അന്ന് പ്രധാനമന്ത്രിയൊന്നും ആയിരുന്നില്ല, അന്ന് താരതമ്യേന യുവാവായിരുന്ന രാജീവ് ഗാന്ധി വിവാഹം കഴിച്ച് ഭാരതത്തിലെത്തിയ സോണിയാഗാന്ധി 1983 വരെ, ഏതാണ്ട് 20 കൊല്ലങ്ങൾ എന്ന് തന്നെ പറയാം, ഒരു 15 വർഷങ്ങളോളം ഇറ്റാലിയൻ പൗരത്വം നിലനിർത്തി ഭാരതീയ പൗരത്വം സ്വീകരിക്കാൻ വിസമ്മതിച്ചിരുന്നു. ഒടുവിൽ രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമായപ്പോഴാണ് ഭാരതീയ പൗരത്വം സ്വീകരിക്കാൻ അവർ തയ്യാറായത്. അതിനു മുൻപ് തന്നെ വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ടായിരുന്നു എന്നുള്ള ആരോപണങ്ങൾ ഇപ്പോൾ BJP ഉയർത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു മേലോട്ടത്തിലുള്ള ആരോപണങ്ങൾ പലതും സോണിയാഗാന്ധിയെ സംബന്ധിച്ച് നിലനിൽക്കുമ്പോൾ തന്നെ അതിഗുരുതരമായിട്ടുള്ള മറ്റ് ചില പ്രശ്നങ്ങളും സോണിയാഗാന്ധിയുടെ ജീവിതത്തിൽ ആരോപിക്കപ്പെടുന്നുണ്ട്. അത് RSSൻ്റെ ഗുരുമൂർത്തിയെ പോലുള്ളവരാണെങ്കിലും
സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ എതിരാളികളാണെങ്കിലും. പക്ഷേ ഈ ആരോപണങ്ങളുടെ എല്ലാം ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയെല്ലാം ഇപ്പോഴും ആരോപണങ്ങളായി തന്നെ നിലനിൽക്കുന്നു. അത് ഞാനൊരു ആമുഖമായി പറയുകയാണ്. അതിൻ്റെ പ്രധാന കാരണം ഈ ആരോപണങ്ങളിലൊന്നും വ്യക്തമായ തെളിവുകൾ മുന്നോട്ട് വയ്ക്കുക അത്ര എളുപ്പമല്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് വഴിയെ പ്രേക്ഷകർക്ക് മനസ്സിലാവും. ആരോപണങ്ങളൊന്നൊന്നായി പരിശോധിക്കാം. അതിലാദ്യത്തെ ആരോപണം, ഈ സോണിയാഗാന്ധി എന്നുള്ള വ്യക്തി അവരുടെ തൊഴിൽ എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് സുബ്രഹ്മണ്യ സ്വാമി വ്യക്തമായി പറഞ്ഞിട്ടുള്ള വീഡിയോകൾ ഇന്നും പൊതുമണ്ഡലത്തിൽ ലഭ്യമാണ്. അത് പ്രേക്ഷകരൊന്ന് കാണുക. സുബ്രഹ്മണ്യ സ്വാമി എബൌട്ട് സോണിയാഗാന്ധി എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അത് നിങ്ങൾക്ക് ലഭ്യമാകും. ആ ആരോപണം വളരെ ഹീനമായൊരു ആരോപണം തന്നെയാണ്. പക്ഷേ അതിനെ ഒരിക്കലും സോണിയാഗാന്ധി നിഷേധിച്ചിട്ടില്ല. അതെന്തായിരുന്നു അവരുടെ തൊഴിലെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ലഭ്യമാകും. എന്തായാലും ഒരു നളിനി ജമീല ചെയ്തിരുന്ന തൊഴിലായിരുന്നു സോണിയാഗാന്ധി ചെയ്തത്. നളിനി ജമീലയെ ഞാൻ അപമാനിക്കുകയല്ല. പക്ഷേ സോണിയാഗാന്ധി ആ തൊഴിൽ ചെയ്തിരുന്നത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള ധ്വനിയിലാണ് സുബ്രഹ്മണ്യ സ്വാമി ഈ ഒരു ആരോപണം അവർക്ക് മേൽ ഉന്നയിക്കുന്നത്. പിന്നെ നാഷണൽ ഹെറാൾഡ് പോലുള്ള കേസുകളിൽ വ്യാജഗാന്ധി കുടുംബം എന്നുള്ളത് തന്നെയാണ് അവരെ വിളിക്കേണ്ടത്. കാരണം ഗാന്ധി എന്നുള്ള ഒരു സർനെയിമിന് അവർക്ക് യാതൊരു അവകാശവുമില്ല. നെഹ്റു തുടങ്ങിയ ആർക്കും യാതൊരു അവകാശവുമില്ലാത്തൊരു പേരാണ് ഗാന്ധി എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു കുടുംബ പേരാണ് ഗാന്ധി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വ്യാജഗാന്ധി കുടുംബത്തിനെ നിരന്തരം വേട്ടയാടിയിട്ട് പോലും സുബ്രഹ്മണ്യ സ്വാമിയെ ഇത് തെറ്റായ ആരോപണമാണെങ്കിൽ കോടതിക്ക് മുൻപിലെത്തിച്ച് നിയമപരമായി ശിക്ഷിക്കുവാൻ എല്ലാ വഴികളും തുറന്നു കിടക്കുന്ന ഇത്തരമൊരു ആരോപണത്തിനെതിരെ പോലും സോണിയാഗാന്ധി ഒരു മാനനഷ്ട കേസ് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒന്ന് അത്. രണ്ടാമത്തെ ഒരു കാര്യം, അവരുടെ മേലുള്ള ഒരു ശക്തമായ ആരോപണം, രാജീവ് ഗാന്ധിയെ വിവാഹം കഴിച്ച് ഭാരതത്തിലെത്തിയ ശേഷം ഒരു കാലത്തും അല്ലെങ്കിൽ ഒരു ദീർഘകാലയളവിൽ അവർ ഭാരതീയ രഹസ്യാന്വേഷണ ഏജൻസികളെ വിശ്വസിച്ചിരുന്നില്ല. എങ്ങനെ വിശ്വസിച്ചിരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്കൊരുക്കുന്ന സുരക്ഷ ഭാരതീയ രഹസ്യാന്വേഷണ ഏജൻസികൾ ചെയ്തു കൊടുക്കണ്ട, അത് ഇറ്റാലിയൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ചെയ്തുകൊള്ളും എന്നവർ വാശി പിടിച്ചിരുന്നു, പ്രത്യേകിച്ച് അവരുടെ വിദേശ സഞ്ചാരവേളകളിൽ. മറ്റൊരു ആരോപണം ഈ രാജീവ് ഗാന്ധിയുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് വരുന്നത്, രാജീവ് ഗാന്ധിയുമായി ഒരിക്കൽ നേപ്പാൾ സന്ദർശിച്ചപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ അവിടുത്തെ ഭരണാധികാരികൾ അവരെ അനുവദിച്ചില്ല, അവരുടെ ക്രിസ്ത്യൻ മതവിശ്വാസം കാരണം. അതിൻ്റെ പകയിലാണ് നേപ്പാളുമായിട്ടുള്ള സാമ്പത്തിക ബന്ധം രാജീവ് ഗാന്ധി തകർത്തതും നേപ്പാളിനെ ഒരു സാമ്പത്തിക അരാജകത്വത്തിലേക്ക് തള്ളിവിടുവാനിടയായ പല നയങ്ങളും ഭാരതം സ്വീകരിച്ചതുമെന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഈ ആരോപണത്തിൻ്റെ ഒരു ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ മറ്റൊരാരോപണം കൂടി അതിൽ നിലനിൽക്കുന്നുണ്ട്. ക്ഷേത്രപ്രവേശനവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ചില പ്രത്യേക മാർഗങ്ങൾ, നേപ്പാളിൽ നിന്ന് ഭാരതത്തിലേക്കുള്ള ചില പ്രത്യേക റൂട്ടുകൾ സോണിയാഗാന്ധിയുടെ സഹായികളുടെ അല്ലെങ്കിൽ കൂട്ടാളികളുടെ ഇറ്റാലിയൻ കൂട്ടാളികളുടെ ആവശ്യങ്ങൾക്കായി തുറന്നു കൊടുക്കുവാൻ നേപ്പാൾ സർക്കാർ വിസമ്മതിച്ചതാണ് ഈ പകയ്ക്ക് കാരണമെന്നും പറയപ്പെടുന്നുണ്ട്. ഇതും ആരോപണം മാത്രമാണ് പൊതുമണ്ഡലങ്ങളിൽ. പക്ഷേ ഗുരുമൂർത്തിയെ പോലുള്ളവർ ഈ ആരോപണങ്ങൾ ശക്തമായി ഇപ്പോഴും ഉന്നയിച്ച് 2008 കാലഘട്ടം മുതൽ ഇപ്പോൾ വരെ ഇത് ഉന്നയിച്ച് ഒരു ഖ്വാസി ഇന്ത്യൻ, അതായത് ഒരു വ്യാജ ഭാരതീയ പൗരയാണ് സോണിയാഗാന്ധി എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇതിനെതിരെയും സോണിയാഗാന്ധി ഒരു വാക്ക് പോലും ഒരിക്കലും ഉരിയാടിയിട്ടില്ല. മാനനഷ്ട കേസ് കൊടുക്കുന്നത് വിട്ടേക്കൂ, ഒരു വാക്ക് പോലും ഇതിനെ എതിർത്തുരിയാടിയിട്ടില്ല. സോണിയാഗാന്ധിയുടെ അനുയായികൾ, കോൺഗ്രസ്സുകാർ പലപ്പോഴും പലതരത്തിലുള്ള മുട്ടാപ്പോക്ക് ന്യായങ്ങളും പറഞ്ഞ് ഇതിനെ മറച്ചു പിടിക്കുവാൻ ശ്രമിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറയാം. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ വിദ്യാഭ്യാസ യോഗ്യതകൾ പൊതുമണ്ഡലങ്ങളിൽ പരസ്യമായി ചർച്ച ചെയ്യപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത ഒരു പ്രശ്നമായി ഇവർ ഉയർത്തിക്കൊണ്ടുവന്നത്. അത് ഇപ്പോഴും ഉയർത്തിക്കൊണ്ടുവരുവാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇടയ്ക്കിടെ ഇപ്പോൾ നിരന്തരമായിട്ടുള്ളൊരു ശ്രമം ഉപേക്ഷിച്ചു. കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമില്ല. കാരണം ഈ സോണിയാഗാന്ധിക്കുള്ളതുപോലെ അല്ലെങ്കിൽ ഉണ്ടായതുപോലൊരു പ്രശ്നം അത്തരത്തിൽ നരേന്ദ്രമോദിക്ക് നേരിടേണ്ടി വരില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ശ്രമം അവർ ഇപ്പോൾ നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ ഉപേക്ഷിച്ച് വല്ലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന അടിസ്ഥാനമില്ലാത്ത ഉണ്ടയില്ല വെടി എന്ന് പറയുന്നത് പോലുള്ള ആരോപണങ്ങളായി മാത്രം അത് ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്തരമൊരു ആരോപണം നരേന്ദ്രമോദിക്ക് നേരെ അവർ ഉയർത്തിക്കൊണ്ടുവന്നതിൻ്റെ ഒരു പ്രധാന കാരണം സോണിയാഗാന്ധിയുടെയോ രാഹുൽ ഗാന്ധിയുടെയോ യഥാർത്ഥ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കുവാൻ വേണ്ടി കൂടിയായിരുന്നു. ഇനി മറ്റൊരു ആരോപണത്തിലേക്ക് വരാം. ഈ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഭാരതീയ രഹസ്യാന്വേഷണ ഏജൻസികളെ അവിശ്വസിക്കുകയും ഇറ്റാലിയൻ രഹസ്യാന്വേഷണ ഏജൻസികളെ വിശ്വസിക്കുകയും ചെയ്തിരുന്ന ഒരു കാലം സോണിയാഗാന്ധിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്
സർക്കാർ രേഖകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം അക്കാലത്ത് ഈ പറയുന്ന കാലയളവിൽ 1968 മുതൽ ഏതാണ്ടൊരു 2001-2 വരെ ഉള്ള കാലഘട്ടങ്ങളിൽ സോണിയാഗാന്ധിയുടെ വിദേശ സഞ്ചാരങ്ങളും ആ കാലഘട്ടത്തിൽ അവർക്ക് സുരക്ഷ ഒരുക്കിയിരുന്നത് ആരായിരുന്നു എന്നുള്ളതും പൊതുമണ്ഡലങ്ങളിൽ പരിശോധിക്കുവാൻ സാധ്യമാണ്. ആ രേഖകൾ ലഭ്യമാണ്. കുറേയൊക്കെ, ഏറെക്കുറെ. കുറേ രേഖകൾ ഇപ്പോൾ ലഭ്യമല്ല, അത് ഇല്ലാതാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നാലും ഏതൊരു വ്യക്തിക്കും, സാധാരണ വ്യക്തിക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു വസ്തുതയാണ്. ഈ ആരോപണങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ തെളിവുകളുള്ളത് ദൗർഭാഗ്യവശാൽ ഈ ഒരു ആരോപണത്തിന് മാത്രമാണ്. ഇനി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ മറ്റൊരു വീക്ഷണകോണിൽ കൂടി സോണിയാഗാന്ധിയുടെ ജീവിതത്തെ ഒന്ന് കാണേണ്ടതുണ്ട്. അത് രാജീവ് ഗാന്ധിയുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. രാജീവ് ഗാന്ധിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സോണിയാഗാന്ധി ഭാരതത്തിലേക്ക് എത്തുന്നത് തന്നെ. എന്നിരുന്നാൽ കൂടി ഇനി പറയുവാൻ പോകുന്ന കാര്യത്തിന് രാജീവ് ഗാന്ധിയുമായി മാത്രമേ ബന്ധമുള്ളൂ എന്ന് മാത്രമല്ല, ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും എത്രത്തോളം ഭീഷണി ഈ ഒരു ആരോപണം സത്യമാണെങ്കിൽ സോണിയാഗാന്ധി എന്ന വ്യക്തി ഉയർത്തുന്നു എന്നുള്ളതും പ്രസക്തമായൊരു ചോദ്യമാണ്. എന്തായിരുന്നു ആ ചോദ്യമെന്ന് വെച്ചാൽ, രാജീവ് ഗാന്ധിയുടെ വധം LTT എന്ന ഭീകരവാദ സംഘടനയാണ് നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ഭാരതത്തിന് തർക്കമൊന്നുമില്ല. ഇപ്പോഴും തമിഴ്നാട്ടിൽ ചിലർ സംശയങ്ങളും കോൺസ്പിറസി തിയറികളും ഒക്കെ ഇത് സംബന്ധിച്ച് ഉന്നയിക്കുന്നുണ്ടെങ്കിൽ കൂടി ഭാരതത്തിലെ നിയമവ്യവസ്ഥയ്ക്ക് LTT എന്ന തമിഴ് പുലികൾ എന്ന് വിളിക്കപ്പെടുന്ന ഭീകരവാദ സംഘടനയാണ് രാജീവ് ഗാന്ധി വധത്തിന് പിന്നിലെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് സംബന്ധിച്ചും ചില ആരോപണങ്ങൾ സോണിയാഗാന്ധിക്ക് നേരെ ഉയർന്നിട്ടുണ്ട്, ഇപ്പോഴും ഉയർത്താറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായത് ശ്രീപെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട ആ യോഗത്തിൽ, തിരഞ്ഞെടുപ്പ് സംബന്ധമായ യോഗത്തിൽ സോണിയാഗാന്ധിയുടെ അസാന്നിധ്യമായിരുന്നു. സോണിയാഗാന്ധിയുടെ അസാന്നിധ്യം അത്ര പ്രസക്തമായൊരു കാര്യമാണോ എന്നുള്ളൊരു ചോദ്യം മറുഭാഗത്ത് നിന്ന് ഉയരാറുണ്ട്. കാരണം നിരവധി തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ നിന്ന് സോണിയാഗാന്ധി അക്കാലത്ത് വിട്ടുനിന്നിരുന്നു. പക്ഷേ അതിലുമേറെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സോണിയാഗാന്ധി രാജീവ് ഗാന്ധിയോടൊപ്പം വേദികൾ പങ്കിട്ടുമിരുന്നു. തമിഴ്നാട്ടിലെ കാര്യം പ്രത്യേകമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഞാനൊരു വിഭാഗത്തെ അപമാനിക്കുകയല്ല, പക്ഷേ സത്യസന്ധമായൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലും തമിഴ്നാട്ടിലും നമ്മുടെ K. മുരളീധരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മദാമ്മമാർ നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പത്നിയായിട്ട് ഒരു പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം അവരത് വളരെ കൗതുകത്തോടു കൂടി തന്നെ കാണുവാൻ തടിച്ചുകൂടുന്നൊരു കെട്ടുകാഴ്ചയാണ്. അന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പ്രത്യേകിച്ച്, കാരണം വീഡിയോകളായിട്ട് കാണുവാൻ, ഫോണിൽ കാണുവാനുള്ള അവസരങ്ങളൊന്നും അന്നില്ല രാജീവ് ഗാന്ധി വധിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കം രാജീവ് ഗാന്ധിയുടെ ഉപദേശികൾ എന്തായാലും രാജീവ് ഗാന്ധിയോട് പറയാതിരിക്കില്ല. കാരണം ഒപ്റ്റിക്സ് എന്ന് പറയും, ഒരു കാഴ്ചയുടെ ഒരു ബലം കൂടും സോണിയാഗാന്ധി ഒപ്പമുണ്ടെങ്കിൽ. അത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കം അവർ എന്തായാലും ഉപദേശിക്കാതിരിക്കുവാൻ സാധ്യതയില്ല. പക്ഷേ സോണിയാഗാന്ധിയുടെ അസാന്നിധ്യം ഒരു സംശയകരമായ സംഗതിയായി തന്നെ ഇന്നും തുടരുന്നു പലരുടെയും മനസ്സിൽ. അതൊന്ന്, രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടു, ശരി. ഇനി അതിൽ നേരിട്ട് സോണിയാഗാന്ധിയുടെ അസാന്നിധ്യം എന്തെങ്കിലും അസൗകര്യങ്ങൾ യാഥാർത്ഥ്യമായി അവരനുഭവിച്ചത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്തെങ്കിലും അസൗകര്യം അവർക്ക് ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം അന്ന് ശ്രീപെരുമ്പത്തൂരിൽ അവരെത്താതിരുന്നത് എന്നുള്ള വാദം നമുക്ക് അംഗീകരിക്കാം. അതിലും ഗുരുതരമായൊരു പ്രശ്നം പിന്നെയും സോണിയാഗാന്ധിയുടെ ജീവിതത്തിലൂടെ ഭാരതത്തിലേക്ക് കടന്നു വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആരോപിക്കപ്പെടുന്നത് 2004-ലാണ്. 2004-ൽ UPA സർക്കാർ അധികാരമേറ്റ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് എന്തായിരുന്നു ആരോപണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തമിഴ്നാട്ടിലെ DMK-യെ സ്വാധീനിക്കാൻ LTT വഴി സോണിയാഗാന്ധി ഒരു ശ്രമം നടത്തി, അതിൽ വിജയിക്കുകയും ചെയ്തു. അതിൽ സോണിയാഗാന്ധിയുടെ ദൂതനായി LTT-യുടെ തലവനായിട്ടുള്ള വേലുപ്പിള്ള പ്രഭാകരനെ ശ്രീലങ്കയിൽ പോയി കണ്ടത് എഡ്വേർഡോ ഫെലേറിയോ എന്ന വ്യക്തിയാണ്. എഡ്വേർഡോ ഫെലേറിയോ ആരാണ് എന്ന് ചോദിച്ചാൽ, ഗോവയിൽ നിന്നുള്ള ഈ വ്യക്തിത്വം അഭിഭാഷകനാണ്, സുപ്രീം കോടതി അഭിഭാഷകനായിരുന്നു. രാജീവ് ഗാന്ധി മന്ത്രിസഭ മുതൽ പലപ്പോഴും യൂണിയൻ മിനിസ്റ്ററായിരുന്നു, രാജ്യസഭാ MP ആയിരുന്നു, കോൺഗ്രസിൻ്റെ ഏറ്റവും ഒരു വിശ്വസ്തനായ അനുയായിരുന്നു. കോൺഗ്രസിൻ്റെ എന്നുള്ളതിനേക്കാൾ വ്യാജ ഗാന്ധി കുടുംബത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വസ്തത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിൻ്റെ ആദ്യ പുത്രിയുടെ പേര് മാത്രം ശ്രദ്ധിച്ചാൽ മതി. 1977-ൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ ആദ്യ പുത്രിയുടെ പേര് സോണിയ എന്നാണ്. അതിൽ കൂടുതൽ വിശദീകരണം വേണ്ട എന്ന് കരുതുന്നു. അപ്പോൾ അദ്ദേഹം, എഡ്വേർഡോ ഫെലേറിയോ എന്ന ഈ വ്യക്തി, സോണിയാഗാന്ധിയുടെ ദൂതനായി വേലുപ്പിള്ള പ്രഭാകരനെ ശ്രീലങ്കയിൽ പോയി കാണുകയും വേലുപ്പിള്ള പ്രഭാകരനിലൂടെ കരുണാനിധിയെ സ്വാധീനിച്ച്, അതുവരെ BJP-യെ പിന്തുണച്ചുകൊണ്ടിരുന്ന കരുണാനിധിയെ DMK ഉൾപ്പെടെ അടർത്തി മാറ്റി കോൺഗ്രസുമായി സഖ്യത്തിൽ ഏർപ്പെടുപ്പിച്ച്
UPA സർക്കാർ രൂപീകരിക്കുവാനുള്ള ഒരു തന്ത്രം സോണിയാഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായതായി പറയപ്പെടുന്നു. ഇതിൽ തന്നെ കൂടുതൽ ഗുരുതരമായ ഒരു ആരോപണമുണ്ട്. എഡ്വേർഡോ ഫെലേറിയോ അല്ല, സോണിയാഗാന്ധി തന്നെയാണ് നേരിട്ട് ശ്രീലങ്കയിലെത്തി വേലുപ്പിള്ള പ്രഭാകരനെ നേർക്കുനേർ കണ്ട് ഈ ഒരു ആശയവിനിമയം നടത്തി ഈ ഒരു ഡീൽ ഉറപ്പിച്ചത് എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ആധാരമായിട്ട് ശ്രീലങ്കൻ പത്രങ്ങളിൽ അന്ന് വന്ന ചില വാർത്തകൾ മാത്രമേ ഉള്ളൂ. അതും വളരെ നിസ്സാരമായിട്ടുള്ള വാർത്തകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എഡ്വേർഡോ ഫെലേറിയോ അക്കാലഘട്ടത്തിൽ 2004 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ശ്രീലങ്ക സന്ദർശിച്ചിരുന്നു എന്നുള്ള കാര്യം കൃത്യമായ രേഖകളിലുള്ള വസ്തുതയാണ്. എഡ്വേർഡോ ഫെലേറിയോ വ്യാജ ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസ്തനുമാണ്. ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിൽ ഒരു സംശയം പ്രേക്ഷകർക്ക് തോന്നാം, അല്ലെങ്കിൽ അക്കാലഘട്ടത്തിലെ രാഷ്ട്രീയം ഒരു ജിയോ പൊളിറ്റിക്സ് നിരീക്ഷിച്ചിരുന്നവർക്ക് തോന്നാം, വേലുപ്പിള്ള പ്രഭാകരന് പ്രത്യേകിച്ചും രാജീവ് ഗാന്ധിയുടെ വധത്തിന് ശേഷം ഭാരതത്തിൽ ഒരു തരത്തിലും പ്രവേശിക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഭാരതത്തിൽ വധശിക്ഷയ്ക്ക് വരെ വിധിക്കപ്പെടാവുന്ന ഒരു കേസിൻ്റെ വിചാരണയിൽ മുഖ്യപ്രതിയായ വേലുപ്പിള്ള പ്രഭാകരന് തമിഴ്നാട്ടിൽ എന്താണ് അക്കാലത്ത് സ്വാധീനം? അവിടെയാണ് തമിഴ്നാട്ടിൽ ഈ പുലികളുടെ അനുഭാവികളായിട്ടുള്ള കുളത്തൂർ മണിയെപ്പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ കടന്നു വരുന്നത്. കുളത്തൂർ മണി മാത്രമല്ല, ഒരു പാതിരിയായ, തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ ഒരു അല്പകാലം മുമ്പ് വരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിറഞ്ഞു നിന്നിരുന്ന ജഗത് കസ്പർ പോലുള്ളൊരു പാതിരി ഉൾപ്പെടെയുള്ള ജഗത് കസ്പർ, കുളത്തൂർ മണി തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളെന്ന് തന്നെ പറയാം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഒരു പൊളിറ്റിക്കൽ ഫെസിലിറ്റേറ്റേഴ്സ്, പവർ ബ്രോക്കേഴ്സ് എന്ന് വേണമെങ്കിൽ അവരെ പറയാം. ഒരു രാഷ്ട്രീയ ദല്ലാൾമാരാണിവർ. ജഗത് കസ്പറിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങി ഒരു രാഷ്ട്രീയ സായുധ ദല്ലാൾ എന്ന് വേണമെങ്കിലും ജഗത് കസ്പറിനെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തെ ഭാരതീയ നിയമം ഇതുവരെ ശിക്ഷിച്ചിട്ടില്ല. പക്ഷേ ഈ വസ്തുതകൾ വളരെ അഭിമാനപൂർവ്വം ഞാൻ വേലുപ്പിള്ള പ്രഭാകരന് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അഭിമാനപൂർവ്വം പൊതുമണ്ഡലങ്ങളിൽ ജഗത് കസ്പർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം എടുത്തു പറയുന്നത്. ഈ ജഗത് കസ്പറും ഈ കുളത്തൂർ മണിയും ഒക്കെ എങ്ങനെ ഈ ഒരു ഡീലിൽ ഭാഗമാകുന്നു എന്ന് ചോദിച്ചാൽ, രാജീവ് ഗാന്ധിയുടെ വധത്തിന് ശേഷം, രാജീവ് ഗാന്ധിയുടെ വധം ശ്രീപെരുമ്പത്തൂരിൽ LTT നടത്തി കഴിഞ്ഞതിന് ശേഷം ആ തിരഞ്ഞെടുപ്പിൽ DMKക്ക് പുറത്തിറങ്ങി പ്രചാരണം പോലും നടത്താൻ സാധിക്കാത്തൊരവസ്ഥ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. കാരണം പുറത്തിറങ്ങിയാൽ DMKക്കാരെ ജനം തല്ലിക്കൊല്ലും എന്നുള്ളൊരവസ്ഥ തമിഴ്നാട്ടിൽ നിലനിന്നിരുന്നു. കാരണം രാജീവ് ഗാന്ധിയുടെ വധത്തിന് ഒരു കാരണം DMK ആണ് എന്നുള്ളൊരു ആരോപണം അക്കാലത്ത് നിലനിന്നിരുന്നു. അന്നേ DMKക്ക് തമിഴ് പുലികളുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമാണ്. ആദ്യകാലങ്ങളിൽ DMKയുടെ MGR ആയിരുന്നു പ്രഭാകരൻ്റെ ആരാധ്യ പുരുഷനെങ്കിലും MGRൻ്റെ മരണത്തിന് ശേഷം കരുണാനിധി ഈ കുളത്തൂർ മണിയും ജഗത് കാസ്പറും പോലുള്ള ഇടനിലക്കാർ വഴി LTTയുമായി ശക്തമായൊരു ബന്ധം സ്ഥാപിക്കുകയും അതുവഴി ശ്രീലങ്കൻ തമിഴ് വംശജരുടെ ഒരു മാനസിക പിന്തുണ DMKയിലേക്ക് ചായ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് DMKക്ക് തമിഴ്നാടിനുള്ളിൽ തന്നെ അവിടുത്തെ ഒരു പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഏറെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി ഇത്തരത്തിലൊരു സമീപനം കരുണാനിധി സ്വീകരിക്കുകയും അതിലൂടെ വേലുപ്പിള്ള പ്രഭാകരനുമായിട്ടൊരു ഡയറക്റ്റ് ചാനൽ തന്നെ തുറന്നിടുകയും നേരായിട്ടുള്ളൊരു സമ്പർക്ക മാർഗം തന്നെ കരുണാനിധി തുറന്നിടുകയും ചെയ്തിരുന്നു. പക്ഷേ രാജീവ് ഗാന്ധിയുടെ വധത്തിന് ശേഷം കുറേ കാലത്തേക്ക് ആ ഒരു നേരായ സമ്പർക്ക മാർഗം നിശബ്ദമായിരുന്നു. ആ സമ്പർക്ക മാർഗത്തെയാണ് എഡ്വേർഡോ ഫെലേറിയോ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ തന്നെ കുളത്തൂർ മണിയിലും ജഗത് കസ്പറിലുമൂടെ സോണിയാഗാന്ധി സജീവമാക്കിയെടുത്തത്. ആ ഒരു മാർഗത്തിലൂടെയാണ് പ്രഭാകരൻ കരുണാനിധിയെ സ്വാധീനിച്ച് UPA സർക്കാരിൻ്റെ രൂപീകരണത്തിന് സഹായിച്ചത് എന്ന് പറയപ്പെടുന്നു. ഈ ഒരു ആരോപണം മാത്രമല്ല ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന മറ്റൊരാരോപണവുമുണ്ട്. അത് തുറന്നു പറഞ്ഞത് ജഗത് കസ്പർ തന്നെയാണ്. കാരണം തമിഴ് പുലികൾക്ക് നേരെയുള്ള ശ്രീലങ്കൻ പട്ടാളത്തിൻ്റെ ആക്രമണം അതിശക്തമായ 2008-2009 കാലഘട്ടങ്ങളിൽ വേലുപ്പിള്ള പ്രഭാകരന് ശ്രീലങ്കയിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുവാനുള്ള മാർഗങ്ങൾ തുറന്നു കൊടുക്കുവാൻ സോണിയാഗാന്ധി അവരുടേതായിട്ടുള്ള രീതിയിൽ എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു എന്ന് ജഗത് കസ്പർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിന് തടയിട്ടത് ഭാരതത്തിലെ രഹസ്യാന്വേഷണ ഏജൻസികളായിരുന്നു. കാരണം രാജീവ് ഗാന്ധിയുടെ വധത്തോടുകൂടി അവരുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള പരാജയമായി ആ ഒരു ഭീകരാക്രമണത്തെ ഭാരതത്തിലെ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടിരുന്നു. അതിന് പ്രതികാരമായി ഒരു തരത്തിലും വേലുപ്പിള്ള പ്രഭാകരനെ ശ്രീലങ്കയിൽ നിന്ന് രക്ഷിക്കുവാൻ അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകുവാൻ അനുവദിക്കുവാൻ പാടില്ല എന്നുള്ളൊരു നയം ഭാരതീയ രഹസ്യാന്വേഷണ ഏജൻസികൾ സ്വീകരിക്കുകയും ഒപ്പം തന്നെ അതിൻ്റെ ഭാഗമായി തന്നെ അനൗദ്യോഗികമായി ശ്രീലങ്കയ്ക്ക് ചുറ്റും ഒരു നേവൽ ബ്ലോക്കേഡ്, നാവികസേനയുടെ ഒരു വല സൃഷ്ടിച്ച്
ശ്രീലങ്കൻ പട്ടാളത്തെ സഹായിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം അനൗദ്യോഗികമായിട്ട് ചെയ്ത നീക്കങ്ങളാണ്. റോയ്ക്ക് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുവാനുള്ള സ്വാതന്ത്ര്യം വളരെയധികം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം അന്താരാഷ്ട്ര തലങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ റോയ്ക്ക് ഉള്ള സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. അത് പലപ്പോഴും ഭാരതത്തിലുള്ള പ്രധാനമന്ത്രി പോലും ഓപ്പറേഷൻ കഴിഞ്ഞേ അറിയുകയുള്ളൂ എന്നുള്ളതാണ് ഒരു വസ്തുത. പക്ഷെ അത്തരത്തിലുള്ള ഓപ്പറേഷനുകൾ വളരെയധികമൊന്നും റോ ചെയ്യാറില്ല, അക്കാലത്ത് ചെയ്തിരുന്നേയില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ റോയിലെ ഒരു പ്രത്യേക വിഭാഗം ഉദ്യോഗസ്ഥർക്ക് ഒരു വാശി തന്നെ ഉണ്ടായിരുന്നു. ഒരു തരത്തിലും ഇത്തവണ പ്രഭാകരൻ ജീവനോടെ രക്ഷപ്പെടരുത്. അതുകൊണ്ട് മാത്രമാണ് സോണിയാഗാന്ധിയുടെ ഈ ശ്രമം പൊളിഞ്ഞു പോയത്. ആലോചിച്ച് നോക്കൂ, സ്വന്തം ഭർത്താവിനെ വധിച്ച ഒരു ഭീകരവാദ സംഘടനയുമായിട്ടാണ് അധികാരത്തിലെത്തുവാനും അതിനുശേഷം ആ ഭീകരവാദ സംഘടനയുടെ പരമോന്നത നേതാവിനെ ജീവനോടെ രക്ഷപ്പെടുത്തുവാനുമുള്ള ശ്രമങ്ങൾ സോണിയാഗാന്ധി നടത്തി എന്ന് പറയപ്പെടുന്നത്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഈ പറയുന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ സോണിയാഗാന്ധിയുടെ ജീവചരിത്രമെന്നുള്ളത് നിഗൂഢവും ഇരുളടഞ്ഞതും മാത്രമല്ല, ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും വളരെയധികം അപകടം നിറഞ്ഞതുമായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ സോണിയാഗാന്ധി നയിക്കുന്ന വ്യാജ ഗാന്ധി കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യം കോൺഗ്രസ്സിൽ ഇന്നും തുടരുന്നു. കോൺഗ്രസ് ഒരു ഗണിതപരമായിട്ടുള്ള ശക്തിയായിട്ട്, അല്ലെങ്കിൽ ഒരു ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു ശക്തിയായിട്ട് തന്നെ, പൂർണ്ണമായിട്ടും കോൺഗ്രസ് ഇല്ലാതായിട്ടില്ല, കോൺഗ്രസ് മുക്ത ഭാരതം ഇപ്പോഴും സാധ്യമായിട്ടില്ല, പക്ഷേ ഒരു പ്രസക്തമായ ശക്തിയായി തന്നെ ഭാരതത്തിൻ്റെ രാഷ്ട്രീയത്തിൽ തുടരുകയും ചെയ്യുന്നു. എത്രത്തോളം അപകടകരമാണ് ഈ ഒരു വസ്തുത എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കൂ പ്രേക്ഷകർ. ആ ചരിത്രം പ്രേക്ഷകരുടെ മുമ്പിലൊന്ന് അവതരിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ദീർഘമായിട്ടുള്ള ഒരു ചരിത്രമായിട്ട് തന്നെ ഈ ഒരു വസ്തുത നിങ്ങളുടെ മുൻപിൽ വെച്ചത്. ഇതിൽ ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ഇതിൽ പറഞ്ഞിട്ടുള്ള മിക്ക കാര്യങ്ങളും ഇപ്പോഴും ആരോപണങ്ങളായി തന്നെ നിലനിൽക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം ഇതിന് അടിസ്ഥാനപ്പെടുത്തുവാൻ പ്രാപ്തമായ തെളിവുകൾ പൊതുമണ്ഡലങ്ങളിൽ ഇന്ന് ലഭ്യമല്ല, തീരെ ലഭ്യമല്ല. പലയിടത്തും ഈ തെളിവുകൾ കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെ ഇല്ലാതാക്കപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ ഭാരതീയരുടെ ഭാഗ്യമെന്ന് വണ്ണം ചില താൻപോരിമക്കാർ അല്ലെങ്കിൽ സ്വയം പൊങ്ങികൾ ഇത്തരത്തിലുള്ള വാദങ്ങൾ ഭാരതത്തിന് പുറത്ത് കാനഡയിലോ അല്ലെങ്കിൽ ലണ്ടനിലോ പോയിരുന്ന ഈ ജഗത് കസ്പറിനെ പോലുള്ള വ്യക്തികൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ ഞാൻ പണ്ട് മഹാനായിരുന്നു, കിടിലമായിരുന്നു എന്ന് നാട്ടുകാരെ ബോധിപ്പിച്ച് ഒരു 10 യൂട്യൂബ് ലൈക്ക് കിട്ടുവാനും ശ്രീലങ്കൻ തമിഴ് വംശജരെ പറ്റിച്ച് അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പണം പിരിക്കുവാനും ഒക്കെ വേണ്ടി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വ്യക്തമായി തന്നെ അവർ ഉന്നയിച്ചിരുന്നു. അത്തരത്തിലുള്ള തെളിവുകൾ ലഭ്യമാണ്. പക്ഷേ അടിസ്ഥാനപ്പെടുത്തി ഇതിൻ്റെ എല്ലാം പേരിൽ ഒരു നിയമ നടപടികൾ സ്വീകരിക്കുവാനോ തുടങ്ങുവാനോ ആ നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയി സോണിയാഗാന്ധിയുടെ പേരിലുള്ള ഈ ആരോപണങ്ങൾ തെളിയിച്ച് അവരെ ശിക്ഷിക്കുവാനോ പ്രാപ്തമായിട്ടുള്ള തെളിവുകളൊന്നും പൊതുമണ്ഡലങ്ങളിൽ ലഭ്യമല്ല. പക്ഷേ ഈ ആരോപണങ്ങൾ ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം, ഈ ആരോപണങ്ങളിൽ ഒന്നിനെപ്പോലും സോണിയാഗാന്ധി വ്യക്തിപരമായി ഇന്ന് വരെ നിഷേധിച്ചിട്ടില്ല. ഈ ആരോപണങ്ങൾ 2008 മുതൽ നിരന്തരം ഉയർത്തുന്ന RSSൻ്റെ ഗുരുമൂർത്തിയെ പോലുള്ളവർക്ക് നേരെ യാതൊരുവിധ നിയമ നടപടികളും, മാനനഷ്ട കേസ് പോലും, ഒരു സിവിൽ കേസ് പോലും ഗുരുമൂർത്തിക്കെതിരെയോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിക്കെതിരെയോ സോണിയാഗാന്ധി ഭാരതീയ നിയമസംഹിത വഴി സ്വീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ സ്വീകരിക്കുവാനുള്ള എന്തെങ്കിലും ഒരു ചുവടുവെപ്പ് നടത്തിയിട്ടില്ല. ബാക്കിയെല്ലാം പ്രേക്ഷകരുടെ മനോഗതത്തിനും ചിന്തകൾക്കും നിങ്ങളുടെ ഒരു വിശകലനത്തിനും വിട്ടുതരുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.